കുഞ്ഞുങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉണ്ടാവണം എന്നാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ആയുർവേദത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആയുർവേദ പ്രകാരം നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള കുഞ്ഞുണ്ടാവണമെങ്കിൽ അത് ഗർഭധാരണ സമയത്ത് തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുക. അതായത് ഗർഭധാരണത്തിന് മുമ്പ് തന്നെ പേരൻസ് വിരുദ്ധാഹാരങ്ങളൊക്കെ ഒഴിവാക്കുക, വിരുദ്ധമായിട്ടുള്ള ജീവിതചര്യകളൊക്കെ ഒഴിവാക്കുക. അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ ശീലിച്ച ശേഷമാണ് ഗർഭധാരണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്തും ഗർഭിണികൾ ഒഴിവാക്കേണ്ടതും ശീലിക്കേണ്ടതുമായ കുറേ കാര്യങ്ങളുണ്ട്. ഗർഭിണികൾ സ്ഥിരമായിട്ട് ഓരോ ബുക്സൊക്കെ വായിക്കുക. അതായത് നല്ല നല്ല വിജ്ഞാനം തരുന്ന കാര്യങ്ങളൊക്കെ വായിക്കുക, കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നോക്കുക, ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കുക. അതൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നതും വായിക്കുന്നതും ഈ സമയത്ത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ പല മെമ്മറി ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും ഈ സമയത്ത് ഒരുപാട് പ്രയോജനം നൽകുന്നതാണ്. ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തും പ്രസവശേഷവും അനാവശ്യമായ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കി എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം തന്നെ കുഞ്ഞിനെ ബാധിക്കുന്നതാണ്. അമ്മ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഗർഭകാലത്ത് തന്നെ അമ്മയും വയറ്റിലെ കുഞ്ഞുമായിട്ട് ഒരു ബോണ്ടിങ് രൂപപ്പെടുന്നുണ്ട്. അമ്മയുടെ മാനസിക നില വയറ്റിലെ കുഞ്ഞിൻ്റെ മാനസിക നിലയും ബാധിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞും എപ്പോഴും പോസിറ്റീവ് മൈൻഡായിരിക്കും. പക്ഷേ എപ്പോഴും നെഗറ്റീവ് ആണെങ്കിൽ ആ ഒരു വിഷാദം കുഞ്ഞിനും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഗർഭകാലത്തും അതേപോലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെ എപ്പോഴും സാത്വികമായിട്ടുള്ള ആഹാരങ്ങളും സാത്വികമായിട്ടുള്ള ചിന്തകളുമാണ് നമുക്ക് വേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് മാക്സിമം വെജിറ്റേറിയൻ ഫുഡുകൾ കഴിക്കാം. അതേപോലെ യോഗ, മെഡിറ്റേഷൻ എന്നിവയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെന്ന് ആയുർവേദം പറയുന്നു. ഗർഭകാലത്തും പ്രസവശേഷവും അവക്കാഡോ പോലെയുള്ള പഴങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾ കുറുക്കൊക്കെ കഴിച്ചു തുടങ്ങുമ്പോൾ, അതായത് 6 മാസമൊക്കെ കഴിയുമ്പോൾ അവക്കാഡോ ചെറിയ രീതിയിൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ആയുർവേദത്തിൽ പറയുന്ന ഏറ്റവും നല്ല ബുദ്ധിശക്തിക്കുള്ള ഒരു മരുന്നെന്ന് പറയുന്നത് നെയ്യാണ്. ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യ്, നമ്മൾ വാങ്ങിക്കുന്ന നെയ്യല്ല, വീട്ടിൽ തന്നെ നെയ്യ് തയ്യാറാക്കി എടുക്കുക. അത് കുഞ്ഞിന് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ചോറ് ഉണ്ണുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ തൊട്ട് ചെറിയ രീതിയിൽ നെയ്യ് കൊടുക്കാം. അതുപോലെ അമ്മയും നെയ്യ് കഴിക്കുന്നത് നല്ലതാണ്. സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുന്ന ഒരു മൃഗമാണ് പശു. പശുവിൻ്റെ പാല് കുടിക്കുന്നത് നല്ലതാണ്. ഗർഭിണിയായിട്ടിരിക്കുമ്പോഴും പ്രസവശേഷവും അമ്മ കഴിക്കാം. അതേപോലെ കുഞ്ഞിന് 1.5 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം നേർപ്പിച്ച് പാല്, അതായത് മഞ്ഞൾപ്പൊടി ചേർത്ത് നേർപ്പിച്ച പാല് കൊടുക്കുന്നതും ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. കുഞ്ഞിന് 6 മാസം തൊട്ട് സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കുക. അതായത് മുട്ട, ചിക്കൻ അല്ലെങ്കിൽ മറ്റ് നോൺ വെജ് ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി പരമാവധി കുഞ്ഞിനെ വെജിറ്റേറിയൻ ആക്കി വളർത്തി